ജാതിക്കോമരങ്ങൾ ഉറഞ്ഞുതുള്ളിയ കാലത്ത് വൈക്കം ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയിൽ കയറി ഊണ് കഴിച്ച ഈഴവ പയ്യന്റെ പേരാണ് വെള്ളാപ്പള്ളി നടേശനെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. വെള്ളാപ്പള്ളി നടേശന്റെ ഉയർച്ചയ്ക്ക് പിന്നിലുള്ള നിക്ഷേപം ധൈര്യമാണെന്നും പി പ്രസാദ് പറഞ്ഞു. അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മുടക്കുമുതൽ എന്ന് പറയുന്നത് ധൈര്യമാണ് എന്നും ആ ധൈര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയിൽ ഞാൻ കാണുന്നത് ആദ്യമായി ഡ്രൈവിംഗ് പഠിക്കാൻ ഒരു ലോറി ആരുടെയും ഒരു ഗുരുനാഥൻ പോലും ഇല്ലാതെ പഠിക്കുന്ന പലചരക്കട നടത്തി പൊളിയുന്ന ഒരാൾ കോടികളുടെ കരാർ കച്ചവടത്തിലേക്ക് നീങ്ങുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ധൈര്യത്തിന്റെ പുറത്ത് ചെയ്യുന്നതാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ മുടക്കുമുതൽ എന്ന് പറഞ്ഞ ധൈര്യമാണ്. ആ ധൈര്യമാണ് പിന്നീട് ഇങ്ങോട്ട് എല്ലാ രംഗങ്ങളിലേക്കും അദ്ദേഹത്തെ എത്തിച്ചത്. പ്രതിസന്ധികളിൽ പതറാതെ ധൈര്യത്തോടെ മുന്നേറാനുള്ള അസാധാരണമായ ധൈര്യമാണ് വെള്ളാപ്പള്ളിയുടെ ഉയർച്ചയ്ക്ക് പിന്നിലുള്ള പ്രധാന ഘടകം. ചെറിയ പ്രായം മുതൽ അദ്ദേഹം കാണിച്ച ധൈര്യമാണ് ഇപ്പോഴത്തെ നിലയിലെത്തിച്ചത്. ജാതി പ്രമാണിമാർ ഉറഞ്ഞുതുള്ളിയ കാലത്ത് വൈക്കം ക്ഷേത്രത്തിലെ ഊട്ടുപുരയിൽ കയറി ഒരു ഈഴവ പയ്യൻ ഊണ് കഴിച്ചിരുന്നു. ആ കുട്ടിയുടെ പേരാണ് വെള്ളാപ്പള്ളി നടേശൻ. വൈക്കത്തിന്റെ വഴികളിലൂടെ, അമ്പലത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സാധാരണ മനുഷ്യർക്ക് നടക്കാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോഴാണ് ടി കെ മാധവന്റെ മുൻകൈയിൽ, ടി കെ മാധവൻ ഈ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അന്ന് കോൺഗ്രസിന്റെ 4 മെമ്പർഷിപ്പ് പോലുമില്ല. ടി കെ മാധവനാണ് ആ സമരത്തിന്റെ ജീവാത്മാവും പരമാത്മാവും. എന്തെല്ലാമാണോ അതെല്ലാം പറയാൻ പറ്റുന്നെങ്കിലും ടി കെ മാധവനെയാണ്. ടി കെ മാധവന്റെ മുൻകൈയിൽ ആ സമരം നടന്നതാണ്. ആ വൈക്കത്തിന്റെ അമ്പലത്തിന്റെ ഊട്ടുപുരയിൽ ഒരു ഈഴവ കുട്ടി ഉണ്ണാൻ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആദ്യമായി വൈക്കം ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയിൽ കയറിയിരുന്ന ഉണ്ട ഈഴവ കുട്ടിയുടെ പേര് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് എന്നുള്ളത് കൂടി നാം ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആർ ശങ്കറിന് ശേഷം SNDPയുടെയും SN ട്രസ്റ്റിന്റെയും തലപ്പത്ത് ഒന്നിച്ചെത്തിയ ആളാണ് വെള്ളാപ്പള്ളി. ഇത്രയും ദീർഘനാൾ യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്ന മറ്റൊരാൾ ഇല്ലെന്നും പി പ്രസാദ് പറഞ്ഞു. ആർ ശങ്കറിന് ശേഷം ഒരേ സമയം SN ട്രസ്റ്റിന്റെയും SNDP യോഗത്തിന്റെയും ഇത്തരം ചുമതലകളിലേക്ക് അമരത്തെത്തിയ ഒരേ ഒരാളിന്റെ പേരേ ഉള്ളൂ. ആ പേരുകാരനും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ളതാണ്.